ഹലോ കൂട്ടുകാരെ, മാമ്പഴ സീസണൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നാടൻ രീതിയിൽ ഒരു മാമ്പഴപ്പുളിശ്ശേരി കണ്ടാലോ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇത് പറമ്പിൽ തന്നെ ഉണ്ടായ മാങ്ങ പഴുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നാടൻ മാങ്ങയാണ്. അത് നല്ലപോലെ പഴുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മേളിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തൊലിയൊന്ന് പൊളിച്ചെടുക്കണം. സാധാരണ നമ്മൾ അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും നല്ലത് മുഴുവനായിട്ട് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ മാമ്പഴപ്പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇത് ചെറിയ പീസായിട്ട് അരിഞ്ഞിടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മുഴുവനായിട്ട് ഇടുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിവിടെ അത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഞാനിവിടെ കൽച്ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കൽച്ചട്ടിയിലോട്ട് നമ്മുടെ 3 മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് മാങ്ങയാണ്. ചില സ്ഥലത്ത് ചെറിയ മാങ്ങയായിരിക്കും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഒരു 5 മാങ്ങയൊക്കെ എടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ചെറിയ കഷ്ണം നമ്മുടെ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ഇത് വേവാനുള്ള 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണമല്ലോ, അതിന് വേണ്ടിയാണ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ശർക്കര എന്തിനാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഈ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയ്ക്കകത്തോട്ട് 2-3 കാന്താരിയും കുറച്ച് ജീരകവും കൂടി ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ മാങ്ങയൊക്കെ വെന്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ് തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം കൽച്ചട്ടി ആയതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് തൈര് ഒഴിക്കാൻ പറ്റത്തില്ല. അതൊന്ന് ആറിയതിന് ശേഷം വേണം നമ്മൾ തൈര് ഒഴിക്കാൻ. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കടുക് വറുക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉലുവ, കടുക്, പിന്നെ കറിവേപ്പില, ഉണക്കമുളകൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ കടഞ്ഞെടുത്തിട്ട് വേണം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കടുക് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക്, ഇപ്പോൾ മാമ്പഴ സീസണാണ്, വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ മധുരമൊക്കെ ആയതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.